IPL മുംബൈ ഗുജറാത്ത് മത്സരം നടക്കാൻ പോവുകയാണ്. മാർച്ച് 29-നാണ് മത്സരം നടക്കുന്നത്. രണ്ട് ടീമുകളും ആദ്യ മത്സരം തോറ്റ ടീമുകളാണ്. മുംബൈനെ സംബന്ധിച്ച് അവരൊരു ചെന്നൈനായിട്ടുള്ള ഒരു അഭിമാന പോരാട്ടത്തിലാണ് അവർ പരാജയപ്പെട്ടത്. ഗുജറാത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബിന്റെ ഒരു വെടിക്കെട്ടിന് മുന്നിൽ അവർ മികച്ച വെടിക്കെട്ട് തിരിച്ച് അതേ നാണയത്തെ തിരിച്ചടിച്ചെങ്കിലും അവസാന നിമിഷം പഞ്ചാബിന്റെ ഒരു ബോളിംഗ് പ്രകടനത്തിനോട്, അതായത് അവര് നേടിയ സ്കോർ മറികടക്കാൻ ഗുജറാത്തിന് സാധിച്ചില്ല. മുംബൈ ഗുജറാത്ത് മത്സരത്തിൽ ആർക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? ഇപ്പോൾ ഈ സീസണിലെ രണ്ട് മത്സരം പറഞ്ഞ രണ്ട് തോറ്റ മത്സരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഗുജറാത്തിനാണ് ഞാൻ സാധ്യത കാണിക്കുന്നത്. കാരണം അതിൻ്റെ പ്രകടനം അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ മുംബൈ മികച്ച രീതിയിൽ പന്തെറിഞ്ഞൊക്കെ മത്സരം നമുക്കറിയാം, വിഘ്നേഷിനൊക്കെ നല്ല രീതിയിൽ കളിച്ചിരുന്നു. പക്ഷേ ഒരു പടി മുന്നിലേക്കുന്നത് ഈ ഗുജറാത്ത് തന്നെയാണ്. പഞ്ചാബിനെ അവർ എന്തായാലും വീഴ്ത്തുന്ന രീതിയിലായിരുന്നു തുടങ്ങി വന്നത്. മികച്ച രീതിയിലാണ് റൺ ഉയർത്തിയത്. പക്ഷേ അവസാന നിമിഷത്തിലൊക്കെ അവർ ഇമ്പാക്ട് ബോളർ വന്നിട്ട് അത് ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസി മികച്ച രീതിയിൽ ബോളിങ്ങിനെ ഉപയോഗിച്ചാണ് പിടിച്ചു കെട്ടിയത്. അവസാന നിമിഷം 10-11 റൺസിനാണ് തോറ്റത്. അത് 11 ലാസ്റ്റ് ഒരു 6 അടിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇല്ലെങ്കിൽ കൂടി ഒരു 15 റൺ ആ റേഞ്ചിൽ തന്നെ ആയിരുന്നു വരുന്നത്. കാരണം പിടിക്കാൻ പറ്റുന്ന കളിയായിരുന്നു. പക്ഷേ നേരെ കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു വീഡിയോ അങ്ങനെ തന്നെയാണ്. ഒരു 15 റണ്ണിന് പിന്നെ അധികം നേടിയിരുന്നെങ്കിൽ ചെന്നൈയെ വീഴ്ത്താമായിരുന്നു. നല്ല രീതിയിൽ ബോളിംഗ് ഉണ്ടായിരുന്നു, നന്നായിട്ട് പഠിച്ചിരുന്നു. പക്ഷേ ചെറിയ ലോ സ്കോറിംഗ് മാച്ചായിരുന്നു. ഇവിടെ 240-232 ആ റേഞ്ചിലാണ് സ്കോർ വന്നത്. നേരെ മറിച്ച് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ലോ സ്കോറിംഗ് ആയിരുന്നു. താരതമ്യേന ലോ സ്കോറിംഗ് പറയേണ്ടി വരും. ഈ സീസണിൽ തന്നെ ലോ സ്കോറിംഗ് മാച്ചാണ് വരുന്നത്. അപ്പം നിലവിലിപ്പം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇറങ്ങിയത്. ഇനി പാണ്ഡ്യയുടെ കീഴിലാണ് ഇറങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മുംബൈ എല്ലാ മത്സരവും തോറ്റു തുടങ്ങുവാണല്ലോ പതിവ്. സൂര്യകുമാറിനെ അതിൽ തോറ്റു തുടങ്ങി. ഇന്ന് പാണ്ഡ്യയുടെ കീഴിലും തോറ്റു തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു രീതി വെച്ചിരുന്നത്. തീർച്ചയായും അഹമ്മദാബാദിലാണ് മത്സരം നടക്കുന്നത്. നമ്മൾ അഹമ്മദാബാദിലെ പിച്ചിന്റെ കഴിഞ്ഞ മത്സരത്തിലൊരു സാഹചര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു, ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. അവിടെയാണ് ഗുജറാത്ത് ആദ്യ മത്സരം കളിക്കുകയും ഒരു 243-നെതിരെ 232 എന്ന് പറയുന്ന ഒരു സ്കോർ ചെയ്യുകയും ചെയ്തത്. അതേസമയം മുംബൈ കളിച്ചത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ നമുക്കറിയാം സ്പിൻ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള പിച്ചാണ്. അത്ര ബാറ്റിങ്ങിന് അത്ര അങ്ങോട്ട് ഇതില്ല, മറ്റ് മൈതാനങ്ങളെ അപേക്ഷിച്ച് അത്ര സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പിച്ചല്ല. ആ ഒരു അർത്ഥത്തിൽ കണ്ടീഷൻ മാറി കളിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മുംബൈ ഇന്ത്യൻസിനുണ്ട്. അതേസമയം ഗുജറാത്ത് അവരുടെ സ്വന്തം നാട്ടിലാണ്. സ്വന്തം നാട്ടിലെ ആദ്യ മത്സരം പരാജയപ്പെട്ടതിൻ്റെ ഒരു വിഷമം, ആരാധകരുടെ ഒരു വിഷമം മാറ്റുക എന്നതുകൂടി അവരുടെ ഒരു ലക്ഷ്യമാണ്. ആ ഒരു അർത്ഥത്തിൽ അതും കൂടി നോക്കുകയാണെങ്കിൽ മുംബൈക്ക് അതും തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യത ഇല്ലേ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? തീർച്ചയായും. ഈ പറഞ്ഞ പോലെ മുംബൈ സ്പിൻ പിച്ചിലാണ് കളിച്ചത്. തിലക് വർമ്മയായിരുന്നു ടോപ്പ് സ്കോർ, 34 ടോപ്പ് സ്കോർ വന്നത്. നേരെ മറിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഗുജറാത്തിൻ്റെ പറഞ്ഞാൽ എല്ലാം പിന്നെ വെടിക്കെട്ട് നമ്മൾ പറഞ്ഞാൽ 232 അടിച്ചാണ്. വെടിക്കെട്ടിന് തിരികൊളുത്തി തന്നെയാണ്. അവസാന നിമിഷം ഒന്ന് പതിരിപ്പോയതേ ഉള്ളൂ. ഇപ്പം ഈ പിച്ചിലേക്ക് വരുമ്പോൾ ബാറ്റിംഗാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആദ്യ ബാറ്റിംഗ് നിൽക്കുമ്പോൾ ബാറ്റിംഗ് കുറച്ചുകൂടെ അഹമ്മദാബാദിൽ ആനുകൂല്യം ലഭിക്കുക സ്പിന്നർമാരെക്കാൾ. അപ്പോൾ മുംബൈയുടെ ബാറ്റ്സ്മാർക്കും തിളങ്ങിയേക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രോഹിത് ശർമ്മയൊക്കെ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ മികച്ച റണ്ണിലേക്ക് തന്നെ എത്തുന്നു പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെ അപ്പുറം നമ്മുടെ ബോളർമാരുള്ളത് നല്ല ബോളർമാർ തന്നെയാണ്. റാഷിദ് ഖാനൊക്കെ കളിക്കുന്ന ടീമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വീണ്ടും ഒരു സ്പിന്നിനെ അത്രത്തോളം എളുപ്പമായിരിക്കില്ലെങ്കിൽ കൂടി സ്പിന്നർ നേരിടേണ്ട പ്രശ്നം അവിടെ വരുന്നുണ്ട്. തീർച്ചയായും. ഇപ്പോൾ ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണ്. തുടക്കത്തിലുള്ള ഓവറുകളിൽ ബാറ്റ്സ്മാൻമാർക്ക് മികച്ച ഒരു ഗുണം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു മൈതാനമാണ്. മാത്രമല്ല കളി പുരോഗമിക്കും തോറുമാണ് സ്പിന്നർമാർക്ക് ചെറിയൊരു ആനുകൂല്യം കിട്ടുന്നത്. ഇപ്പൊ മുംബൈനെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഫോമായ വിഘ്നേഷ് പുത്തൂരെ എന്ന് പറയുന്ന താരത്തിനെ വീണ്ടും പരീക്ഷിക്കാനുള്ള ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പരീക്ഷിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? തീർച്ചയായും നമുക്കത് പിന്നെ വിഘ്നേഷ് നമുക്ക് എന്തായാലും ഇനി അടുത്ത 2-3 മത്സരങ്ങളിലൂടെ പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ സ്പിന്നിനെ നന്നായിട്ട് തുണക്കുന്നില്ലെങ്കിൽ, സ്പിന്നുകാർ തല്ലു വാങ്ങുകയാണെങ്കിൽ കൂടി വിഘ്നേഷിന് അവസരം പിന്നെ ഹാർദിക് പാണ്ഡ്യ നൽകിയേക്കും. കാരണം വിഘ്നേഷ് ഉണ്ടാക്കിയ ഇമ്പാക്ട് നമുക്ക് അറിയാവുന്നതാണ്. ആദ്യത്തെ 3 ഓവറിൽ 3 വിക്കറ്റ്, ആ ഒരു വിക്കറ്റിന് എണ്ണം മാത്രമല്ല അദ്ദേഹത്തെ കളിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അവസാന ഓവറിൽ മാത്രമാണ് അദ്ദേഹം തല്ലു വാങ്ങിയത്. അപ്പം ആ കളിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുമ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് വിഘ്നേഷിനെ കുറിച്ച് മുംബൈ ക്യാമ്പിൽ തന്നെ പറയുന്നത്. ഈ പറഞ്ഞ രോഹിത് ശർമ്മയും പാണ്ഡ്യയും സൂര്യകുമാർ യാദവൊക്കെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടാണല്ലോ അദ്ദേഹം ടീമിലെത്തിയത്. അപ്പം അങ്ങനെ ഒരു കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ബാറ്റ്സ്മാനെ ബോളറാകുമ്പോൾ, സ്പിന്നറാകുമ്പോൾ, ചെനാമൻ ബോളറാകുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഏത് പിച്ചിലായാലും ഒരു അവസരം നൽകിയേക്കും. ഈ പറഞ്ഞ സ്പെഷ്യലി ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. പക്ഷേ നല്ല അവസരം കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായും. ഇപ്പം നമ്മൾ ഗുജറാത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ടോപ്പ് ഓർഡറിലെ മുഴുവൻ താരങ്ങളും മികച്ച ഫോമിലാണ്. ഇപ്പോൾ സായ് സുദർശൻ 74 റൺസ് കഴിഞ്ഞ മത്സരത്തിലെടുത്ത്. ശുഭ്മാൻ ഗില്ല് ഫോമിലാണ്. 14 പന്ത് മാത്രം നേരിട്ടിട്ടാണ് അദ്ദേഹം 33 റൺസ് എടുത്തത്. ജോസ് ബട്ട്ലർ, നമുക്കറിയാം രാജസ്ഥാനിൽ നിന്ന് അവർ സ്വന്തമാക്കിയ ജോസ് ബട്ട്ലർ അർദ്ധ സെഞ്ചുറി നേടി. അതുപോലെ തന്നെ റൂദർഫോർഡും മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒരു മികച്ച ഫോമിലുള്ള ഒരു ബാറ്റിംഗ് നിരേനെയാണ് മുംബൈ
മുംബൈ ബോളർമാർ നേരിടേണ്ടത്. ബുംറയുടെ ഒരു അഭാവം ടീമിനെ തീർച്ചയായും ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? തീർച്ചയായും. ഇപ്പം ഈ പറഞ്ഞപ്പോൾ ഏതൊക്കെ ബോളർ ഉണ്ടെന്ന് പറഞ്ഞാലും മുംബൈക്ക് ബൂമറയോളം പോകുന്നൊരു ബോളർ ഇനി മുന്നുണ്ടായിട്ടുണ്ടാവുന്ന സംശയം അവിടെ ഉണ്ട്. നിരവധി ബോളർമാർ പന്തെറിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കളിച്ച താരങ്ങളാണ്. പക്ഷേ ബൂമറ ഏതൊരു കണ്ടെത്തൽ മുംബൈയുടെ കണ്ടെത്തൽ തന്നെയായിരുന്നു. സയ്യിദ് മുഷ്തഖ് അലി ട്രോഫിയിൽ നിന്നാണ് മുംബൈ അവരെ ബൂമറയെ കണ്ടെത്തി കൊണ്ടുവന്നെങ്കിൽ ഈ പറഞ്ഞ വിഘ്നേഷ് പുത്തൂറിനെ പോലെ മുംബൈ കൊണ്ടുവന്ന താരങ്ങൾ തന്നെയായിരുന്നു ബൂമറ. ഹാർദിക് പാണ്ഡ്യ അതെ, ഈ ഒരുപാട് താരങ്ങളെ കണ്ടെത്തിയ ഒരു ടീം തന്നെയാണ് മുംബൈയുടെ സ്കൗട്ട് ടീം. അപ്പോൾ അത് ഇന്നിപ്പോൾ നമ്മൾ വിഘ്നേഷിനെ ആഘോഷിക്കുന്ന പോലെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ബൂമറയെ ആഘോഷിച്ച് തുടങ്ങിയാണ്. ആ ബൂമറ എന്നും ഒരു കുന്നവനായി നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്ക് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സേവനം ഈ മത്സരത്തിൽ ലഭിക്കാൻ പോകുന്നില്ല. ആ ഒരു വിടവ് നികത്തുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഗുജറാത്ത് പോലുള്ള ഒരു അഹമ്മദാബാദിലെ ഒരു പിച്ചിൽ ബൂമറക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ടോപ്പ് ഓർഡർ, മിന്നുന്ന ഫോമിൽ ടോപ്പ് ഓർഡർ ഗില്ലിനൊക്കെ നേരിടാൻ വേണ്ടി ബൂമറയെ പോലൊരു ബോളർ ഉണ്ടെങ്കിൽ ഒന്ന് ചവിട്ടി പിടിച്ചേനെ എന്നുള്ള ഇതാണ്. തീർച്ചയായും. ഇപ്പം നമ്മൾ അവിടുത്തെ ഒരു ഇത് പറഞ്ഞു, നമ്മൾ ഗുജറാത്തിന്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് നമ്മൾ പറഞ്ഞത്. ബാറ്റിങ്ങിൽ ഗുജറാത്ത് എത്രത്തോളം മികച്ച രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഒരു വലിയൊരു റൺസ് ചേസ് ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ ഒരു അടുത്ത് എത്താനുള്ള ഒരു ശ്രമം അവർ നടത്തി എന്ന് പറയുന്നുണ്ട്. മറുവശത്ത് ഗുജറാത്തിന് തിരിച്ചടിയാകുന്നത് അവരുടെ ബോളർമാരുടെ പ്രകടനമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതേ മൈതാനത്ത് അവരുടെ ബോളർമാർ ഒരു എനിക്ക് തോന്നുന്നത് 10 താഴെ എക്കണോമിയുള്ള ആകെ ഒരൊറ്റ ബോളറായിരിക്കുള്ളൂ, സായ് കിഷോർ. മറുവശത്ത് റാഷിദ് ഖാൻ 12 എക്കണോമിയാണ് റാഷിദ് ഖാൻ ഉള്ളത്. 4 ഓവർ എറിഞ്ഞ് 48 റൺസ് അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട്. സിറാജ് 4 ഓവർ എറിഞ്ഞിട്ട് 54 റൺസ് വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് മുംബൈക്ക് ഒരു പ്രതീക്ഷ പകരുന്ന ഒരു ഘടകമല്ലേ. ഒരു ഓവർ 21 റൺ വാങ്ങി അർഷദ് ഖാൻ ഉണ്ട്, അദ്ദേഹത്തെ പിന്നെ ബോൾ ഏൽപ്പിച്ചിട്ടുണ്ടായില്ല ഗില്ല്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ റാഷിദ് ഖാനും റബാഡയും സിറാജും തല്ലു വാങ്ങുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മൾ കണ്ടത്. അവിടേക്കാണ് ഈ മുംബൈ ബാറ്റ്സ്മാരുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബോളർമാരെ കിട്ടിയാൽ ആരും തല്ലും എന്ന രീതിയിലേക്കാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ടായിട്ടുണ്ടാവില്ല. മുംബൈക്ക് നമുക്കറിയാം മികച്ച ബാറ്റ്സ്മാരാണുള്ളത്. ഈ നമ്മുടെ രോഹിത്തൊക്കെ നല്ല രീതിയിൽ തുടക്കം കൊടുത്താൽ ഈ പറഞ്ഞ ലോ സ്കോറിംഗ് ഇതൊന്നും ആയിരിക്കില്ല. ഈ മത്സരത്തിൽ 200 മുകളിൽ സ്കോറിംഗ് പ്രതീക്ഷിച്ചാൽ നമുക്ക് ബാറ്റ്സ്മാർക്ക് അനുകൂലമായ പിച്ചാണ്. മുംബൈക്കാണ് ഫസ്റ്റ് ബാറ്റിംഗിൽ രോഹിത്തൊക്കെ ടച്ചിലാണെങ്കിൽ നല്ല ഫോം കണ്ടെത്തിയാൽ 200 മുകളിൽ റൺ ഇതിലും പ്രതീക്ഷിക്കാവുന്നതാണ്. മികച്ച രീതിയിലേക്ക് തന്നെ പോകും. റാഷിദ് പ്രകടനം ഒന്നും കൂടി ഗുജറാത്ത് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നൽകാൻ അദ്ദേഹത്തിന് പറ്റിയാൽ മാത്രമേ ആ ടീമിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റൂ. തീർച്ചയായും. ഇപ്പോൾ ഗുജറാത്ത് ടീമിന്റെ അല്ലെങ്കിൽ ഏതൊരു ടീമിന്റെ റാഷിദ് ഖാൻ ഉള്ള ഏതൊരു ടീമിന്റെയും ഒരു വൗ ഫാക്ടർ അല്ലെങ്കിൽ ഒരു എക്സ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പലപ്പോഴും പറയുന്നത് റാഷിദ് ഖാന്റെ ഒരു പേരാണ്. പക്ഷെ റാഷിദ് ഖാൻ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തി എന്നത് മുംബൈക്ക് ഒരു പ്രതീക്ഷ പകരുന്നുണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല. മാത്രമല്ല ആദ്യ മത്സരത്തിൽ ചെന്നൈയുടെ സ്പിന്നർമാരുടെ ഇപ്പൊ നൂർ അഹമ്മദിനെ പോലുള്ള സ്പിന്നർമാരുടെ ഒരു സ്പിന്നിന് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു പിച്ചിലാണ് കളിച്ചത് മുംബൈ. അപ്പൊ അതിന് വിപരീതമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു നേട്ടം ഉണ്ടാകും. നമ്മൾ ആ മത്സരം വെച്ചിട്ട് നമ്മൾ നേരത്തെ പറയുമ്പോൾ മുംബൈക്ക് സാധ്യത കുറവാണെന്നൊക്കെ പറയെങ്കിൽ കൂടി ഈ ഒരു ഇതിനകത്ത് രോഹിത് ഇത്തരമൊരു മൈതാനത്ത് ബാറ്റിംഗ് തുടങ്ങി ആ മികച്ച ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയിക്കേണ്ട കാര്യമില്ല. രോഹിത്തിനെ നമുക്ക് അറിയുന്നതാണ്, ഇന്നിങ്സ് അറിയുന്നതാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ അതാണ് പറഞ്ഞത്, സിറാജും റബാഡയും തുടങ്ങുന്ന സമയത്ത് സിറാജും റബാഡയൊന്നും രോഹിത്ത് എങ്ങനെയാണ് നേരിടുന്നത് നമ്മൾ കണ്ടറിയേണ്ടി വരും. അദ്ദേഹത്തെ വീഴ്ത്താൻ ഇവർക്ക് ഫസ്റ്റേ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ സെഞ്ചുറി തന്നെ രോഹിത് നേടിയാൽ തന്നെ സംശയിക്കേണ്ടതില്ല. ചെറിയ റണ്ണിൽ തന്നെ രോഹിത്തിൻ്റെ പ്രതാപകാലത്ത് പണ്ട് പറഞ്ഞ പോലെ 300 അടിക്കാൻ വേണ്ടി ആയിരുന്നു നിൽക്കുന്ന താരം രോഹിത് ആയിരുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പം ഈ സീസണിൽ അടുത്തൊരു സെഞ്ചുറി ആണെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. രോഹിത്തിൻ്റെ ടച്ച് വന്നു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ പിടിച്ചു കെട്ടാനായിരിക്കണം ഗുജറാത്ത് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ റാഷിദ് ഖാൻ പറഞ്ഞത്. റാഷിദ് ഖാൻ എന്തായാലും പിന്നെ ഈ പറഞ്ഞ വിഘ്നേഷിനെതിരെ ഒരു മറുവായുധമായിട്ട് റാഷിദ് ഖാനാണ് ഉള്ളത്. വിഘ്നേഷ് എന്നല്ല, ഈ IPL ഏറ്റവും വലിയ ടീമിൽ ഏറ്റവും മികച്ച സ്പിൻ ബോളറാണ് റാഷിദ് ഖാൻ്റെ പേര്. ആ പേരുകളിൽ ഒന്നായിട്ട് എപ്പോഴും ഉണ്ടാവും. വരുൺ ചക്രവർത്തി പോലുള്ള സംഘം നിൽക്കുമ്പോൾ സുനിൽ നരൈൻ പോലുള്ള താരങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പേര് ഫസ്റ്റ് ഉണ്ടാവുന്നതാണ് റാഷിദ് ഖാനിന്. ആ പേരിനൊത്ത പ്രതാപം റാഷിദ് ഖാൻ ഇന്നത്തെ മത്സരം പുറത്തെടുത്തില്ലെങ്കിൽ ഗുജറാത്തിൻ്റെ അടുത്ത് വരും മത്സരങ്ങളിലേക്ക് ഒരു തലവേദനയായിട്ട് മാറിയേക്കും. തീർച്ചയായും. ഇപ്പം നമ്മൾ റാഷിദ് ഖാന്റെ പ്രകടനത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിലയിരുത്തി. മറുവശത്ത് ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വരുന്നു എന്നുള്ളത് മുംബൈക്ക് ഒരു പ്രതീക്ഷ പകരുന്ന കാര്യം തന്നെയല്ലേ? ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യ, അതായത് അവരുടെ സ്ഥിരം നായകൻ തിരിച്ചെത്തുന്നു എന്നത് കൂടി ഒരു പ്രതീക്ഷ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തമാശ രീതിയിലാണ് പറഞ്ഞതെങ്കിൽ കൂടി പിന്നെ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം അത് വല്ലാത്തൊരു സീസണായിരുന്നു ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം. രോഹിത്തിൽ നിന്ന് നായക സ്ഥാനം ഏറ്റെടുത്ത് വരുമ്പം അദ്ദേഹത്തിനെ പുറംതിരിഞ്ഞ് നിൽക്കുമായിരുന്നു ആരാധകർ മൊത്തം. ഒരുപക്ഷെ ടീമും അങ്ങനെയായിരുന്നു നമ്മൾ സംശയിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ബൂമറയും ഇവർ 2 ഗ്യാങ്ങായിട്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതെന്നൊക്കെ ഒരു റിപ്പോർട്ടുകളുണ്ടായിരുന്നു.
ആ റിപ്പോർട്ടറെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ ബോഡി ലാംഗ്വേജും മത്സര ഫലങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. ബൂമറി ഒരു സംഘവും ബോൾ വരുമ്പം ഒരു പിന്നെ ക്യാപ്റ്റനെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ നിൽക്കുന്നൊരു അങ്ങനെ പലതും നമ്മൾ കണ്ടിരുന്നു. ആരാധകർ അതിനേക്കാൾ പാണ്ഡ്യയെ കൂവി വിളിച്ചിരുന്നു. പക്ഷെ അതിനെല്ലാം മറുപടിയുമായിട്ടാണ് T20 ലോകകപ്പുമായിട്ട് മുംബൈയിലേക്ക് തന്നെ എത്തിയത്. അതിനുശേഷം ഒരു വീരപരിവേഷം ഹാർദിക്കിന് ഉണ്ടെന്നുള്ളത് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ആ പരിവേഷം കൊണ്ട് വീണ്ടും വരുമ്പം ഇപ്രാവശ്യം ആ പ്രശ്നങ്ങളൊന്നും നായകനെ മാറ്റിയതിലെ പ്രശ്നങ്ങളെല്ലാം അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. രോഹിത്തിനും പിന്നെ ഇതൊന്നും വരുന്നില്ല. ആദ്യ അവസരം സൂര്യകുമാർ യാദവിന് ആ കീഴിലായിരുന്നെങ്കിൽ കൂടി രോഹിത് കളിച്ചു. ഇത് വന്നു ഇനിയിപ്പം വീണ്ടും രോഹിത്തിനും പിന്നെ നമ്മൾ പറഞ്ഞാൽ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനെയും T20 ടീമിൻ്റെ ക്യാപ്റ്റനെയും പാണ്ഡ്യ നയിക്കാൻ വേണ്ടി പോവുകയാണ്. പാണ്ഡ്യ വരുമ്പോഴേക്ക് ആ ഒരു പാണ്ഡ്യ എന്ന ക്യാപ്റ്റനെ നമ്മൾ ഗുജറാത്തിൽ കണ്ടു. ഈ ഗുജറാത്തും പാണ്ഡ്യ തമ്മിലായിരുന്നു കൂടെ നമ്മൾ പറയണം. ഗുജറാത്തിന് ആദ്യത്തെ 2 സീസണിലും ഫൈനലെത്തിച്ച താരമാണ് പിന്നെ ഹാർദിക് പാണ്ഡ്യ. ആ നായകത്വത്തിന്റെ ഒരു നേതൃത്വം കണ്ടിട്ടാണല്ലോ മുംബൈ ഫ്രാഞ്ചൈസി വീണ്ടും നമ്മുടെ താരത്തെ വീണ്ടും നായകനായി തിരിച്ചു കൊണ്ടുവന്നത്. അതും മുംബൈക്ക് അറിയാമായിരുന്നു. രോഹിത്തിനെ മാറ്റം ഈ കോലാഹലങ്ങളൊക്കെ പ്രതീക്ഷ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ ക്യാപ്റ്റനായി കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ആ ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം നമുക്കറിയാം. പക്ഷേ താരത്തിന് കഴിഞ്ഞ പ്രാവശ്യം ടീമുമായിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടി ഒട്ടും പറ്റിയിരുന്നില്ല. അതിന്റെ ദോഷങ്ങളാണ് നമ്മൾ ടൂർണമെന്റ് മൊത്തം കണ്ടാണ്. അത് ഇപ്രാവശ്യം മാറുന്ന തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം അതിൻ്റെ ആ സാഹചര്യം ആ ഒരു കൊടുങ്കാറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ശാന്തമായ അന്തരീക്ഷമാണുള്ളത്. ഈ ടീമിനെ വെച്ചിട്ട് പാണ്ഡ്യയുടെ ഈ പറഞ്ഞ തന്ത്രങ്ങളൊക്കെ വരുമ്പം അത് പിടിച്ച് വരേണ്ടതുണ്ട്. അപ്പം മറുവശത്ത് ഗില്ല് തൻ്റെ പഴയ നായകൻ്റെ ടീമിൻ്റെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിനും ഒരു ഇത് വരുന്നുണ്ട്. ഈ പോരാട്ടത്തിന് വേറൊരു മാനം കൂടി ഉണ്ട്. ഹാർദിക് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും വരുന്നു. പിന്നെ നേരെ മറിച്ച് അവിടെ പറയുമ്പോഴാണ് അവസ്ഥ. ഹാർദിക് തിരിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ സീസണിൽ ഗുജറാത്തും മടവെള്ളം തീർന്നിരുന്നല്ലോ. അപ്പൊ അതുകൂടെ ഒരു തീരുമാനത്തോട് കൂടിയിട്ട് രണ്ട് ടീം ആ 2 ടീമിന് വീണ്ടും മുഖാമുഖം വരുമ്പോൾ ആരായിരിക്കും ഇപ്പൊ ചരിത്രം നോക്കിയാൽ 5 മത്സരമാണ് 2 ടീമും കളിച്ചത്. അതിൽ 3 ജയം ഗുജറാത്തിനായിരുന്നു, 2 ജയം പിന്നെ മുംബൈക്കാണ്. അപ്പോൾ അതിലിപ്പം ഒന്നും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ മുംബൈക്ക് 3-3 പോകാം, അല്ലെങ്കിൽ 4-2 പോകാം. അതാണ് ഇപ്പം അറിയാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും നമ്മളും ഈ മത്സരത്തെ മൊത്തത്തിൽ ചുരുക്കി വിലയിരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അതായത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരും മറ്റേ ആദ്യ ഓവറുകൾ പന്തെറിയുന്ന താരങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുന്നത്, അവരായിരിക്കും ഈ മത്സരം സ്വന്തമാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ, അതായത് മൈതാനത്തെ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കാൻ. ഇപ്പോൾ മുംബൈക്ക് അവരെ സാഹചര്യം മാറി വരുന്നു. ഗുജറാത്ത് അതേ സാഹചര്യത്തിൽ തന്നെ വീണ്ടും 2ാമത്തെ മത്സരം കളിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരാണോ ആ ഒരു സാഹചര്യങ്ങളോട് ഏറ്റവും അധികം പൊരുത്തപ്പെടുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. എന്തായാലും മുംബൈ ആരാധകർക്കും അതുപോലെ തന്നെ ഗുജറാത്ത് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. 2 ടീമിന്റെ ആരാധകർക്കും സന്തോഷം പകരുന്ന ഒരു റിസൾട്ട് നടക്കട്ടെ. രാജസ്ഥാനെ പോലെ 2 മത്സരം തോക്കാൻ പോകുന്ന ടീം ഏതാണെന്ന് നമുക്ക് അതെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് പറയാണ് 2 ടീമുകളുടെ ആരാധകരെന്ന്. പക്ഷെ നമുക്കറിയാം തീർച്ചയായും ഈക്വൽ ഒരു തുല്യ ശക്തികൾ തന്നെയാണ് വേറൊരു തരത്തിൽ ഈ 2 ടീമുകളും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ബുംറ ഇല്ലാത്ത ഒരു മുംബൈ എന്ന് പറയുന്നത് തീർച്ചയായും ആ ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഗുജറാത്തിന്റെ ടീമിനെ അപേക്ഷിച്ച് ഇപ്പോൾ 2 തുല്യ ടീമുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മികച്ച മത്സരം തന്നെ കാണാൻ കഴിയട്ടെ നമുക്ക് ആശംസിക്കാം.